നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നലെ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെ രമ്യ ഹരിദാസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി വന്നത്. അത് ഇന്നലെ പകൽ പ്രതികരിക്കുമെന്നാണ് പലരും കരുതിയത് എന്നാണ് എൻ്റെ അടുത്ത് പലരും വിളിച്ചത്. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞു ഇങ്ങനെ ഒരു അത്യാവശ്യം ഒരു യാത്ര വന്നു, സ്ഥലത്തില്ല, അതുകൊണ്ടാണ്. ശനിയാഴ്ച രാത്രി മുതൽ ഏതാണ്ട് തിങ്കളാഴ്ച രാവിലെ വരെ ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഞങ്ങൾ പ്രസ് ക്ലബ്ബിൽ പഠിച്ച് 95-ലാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഞങ്ങൾ പഠിച്ചത്. അവർ പലരും പല സ്ഥലത്താണ്. ഇപ്പം ഒരു മെൻഡസ് എന്ന് പറയുന്ന ഒരാൾ ഈ വഴുതക്കാട് കേന്ദ്രീകരിച്ച് ഈ ട്രെയിനിങ്, IELTS ട്രെയിനിങ്, ഇംഗ്ലീഷ് ട്രെയിനിങ്, മോട്ടിവേഷൻ സ്പീക്കും ഒക്കെ നടക്കുന്ന വലിയ വെൽ നോൺ ഫിഗറാണ്. അതൊക്കെ അദ്ദേഹമൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത് ഞാനാണ്. അപ്പോൾ റെജി എന്ന് പറഞ്ഞാൽ AG's ഓഫീസിൽ, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ AG ഇല്ല, കൊച്ചിയിൽ, അവിടെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരാൾ KS കിട്ടിയ ആളാണ്, അഡീഷണൽ സെക്രട്ടറി എങ്ങാണ്ടാണ്. ഇവിടെ കേരള IASന്റെ ആദ്യത്തെ ബാച്ചുകാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഷീർ, മാതൃഭൂമിയിലെ ബഷീർ, മാധ്യമത്തിന് ബഷീർ, ഇന്ദുഗോപൻ, GR ഇന്ദുഗോപൻ, SR ലാൽ, അമരവള സതീഷ്, അമരവള സതീഷ്. നിങ്ങളുടെ കാര്യം ചോദിച്ചു. അമരവള സതീഷ് ശ്രീധരനാരുടെ ഒരു ഫാനാണ്. അപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ, എൻ്റെ മോലാളിയും നിങ്ങളും തമ്മിൽ ഉറക്കാണ്, എൻ്റെ മോലാളിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ വിവരം അറിയുന്നു. അപ്പോൾ ഭയങ്കര സ്നേഹസമ്പന്നനാണ്. ഇച്ചിരി ഉള്ളൂ, 42 കിലോയുള്ള അയാൾ. ഇപ്പോഴും 42 കിലോ അയാൾക്ക് തൂക്കമുള്ളൂ. ഞങ്ങളോട് പറയും അമരവള നടന്നു പോകുമ്പോൾ ഒരു സിഗരറ്റ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പോകുന്ന കാണാൻ പറയും. അമരവള സതീഷ് ഭയങ്കര രസികനാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞങ്ങളുടെ ആ കൂടിക്കാഴ്ച മനോഹരമാക്കിയ മെയിൻ ആൾ അമരവള സതീഷ്. പിന്നെ ജയകുമാർ, PV ജയകുമാർ എന്ന് പറഞ്ഞാൽ ബോംബെയിൽ അറിയപ്പെടുന്ന ഒരു ഫൈനാൻഷ്യൽ ജേർണലിസ്റ്റാണ്. ഇപ്പോൾ ഫോർച്യൂൺ എന്ന് പറയുന്നൊരു മാഗസിൻ്റെ എഡിറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെട്ടിക്കുളങ്ങര അമ്മയുടെ വലിയ ഭക്തൻ. ചെട്ടിക്കുളങ്ങര കര, അവിടെ ഒരു 13 കരയാണ് ചെട്ടിക്കുളങ്ങര. അപ്പോൾ ചെട്ടിക്കുളങ്ങരയിലെ അതിനെ UN സാംസ്കാരിക പൈതൃകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് കുറേ കാലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘമാണ് അവർ. അപ്പോൾ അവിടുന്ന് ഒരു PWD നിന്ന് റിട്ടയർ ചെയ്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു ഗുരുസ്വാമിയാണ്. ആ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ 2-3 പേര് ഞങ്ങൾക്ക് പാചകം ചെയ്യാനായിട്ടും പാട്ട് പാടാനായിട്ടും വന്നിരുന്നു. പാട്ട് പാടി തരാൻ ഈ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ രസമായിരുന്നു. പിന്നെ ഒരുപാട് പേരുണ്ട്. അടൂർ പ്രദീപ് എന്ന് പറയും, അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയുടെ അഹമ്മദാബാദ് അസിസ്റ്റൻ്റ് എഡിറ്ററോ മറ്റുമാണ്. ബഷീർ പറഞ്ഞ ഞാൻ കുറേ അധികം ആളുകൾ. പിന്നെ വരാതിരുന്നത് 2 പേര് പ്രധാനമായിട്ട്. ജയൻ മേനോൻ, ജയൻ വന്നില്ല. കോഴിക്കോടല്ലേ ഇപ്പം പുള്ളി താമസിക്കുന്നത്? ഇപ്പോൾ ആണോ? തിരുവനന്തപുരത്തില്ല. തിരുവനന്തപുരം. ജയൻ മേനോൻ. പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ ഹെഡ് ഒരു ഡോക്ടർ ഇല്യാസ് ഉണ്ട്. ഇല്യാസൊക്കെ ഞങ്ങളുടെ സുഹൃത്താണ്. അങ്ങനെ ഒരുപാട് പേര് വന്നു, ഒരുപാട് പേര് വന്നില്ല. ഭയങ്കര രസമുണ്ട്. ഞാൻ ആര്യാട് ബൈജു എന്ന് പറഞ്ഞ പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ബൈജു ആര്യാട്. പുള്ളി ഇപ്പം എനിക്കൊന്നൊരു ഏതാണ് ഒരു വലിയൊരു അഡ്വർട്ടൈസിങ് ഏജൻസി വർക്ക് ചെയ്യുന്നു. അവിടെ ഏതാണ് വലിയ അഡ്വർടൈസിംഗ് വർക്ക് ചെയ്യുന്നു. പിന്നെ കുറേ അധികം ബിജു KSRTC ചടയമംഗലം ഡിപ്പോ മാനേജറാണ്. കുറേ അധികം ആളുകളുണ്ടായിരുന്നു. ഞാൻ ഈ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത്, ഏഷ്യാനെറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ നടത്തില്ല ഒരു ദീപു ഉണ്ട്. ഈ പ്രസ് ക്ലബ് പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാര്യവട്ടത്ത് പഠിക്കും പോലെയല്ല. ഇവിടെ നാനാ ഭാഗങ്ങളുള്ള ആളാണ് വരുന്നത്. വേറെ ജോലിയുള്ള ആളൊക്കെ വരും. കാര്യവട്ടത്ത് പഠിക്കാൻ പോകുമ്പോൾ അങ്ങനെയൊന്നുമില്ല, വിദ്യാർത്ഥികളേ ഉള്ളൂ. ജോലിയുള്ളവരും പഴയ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിരുന്നു. ആ കഥകളൊക്കെ പറഞ്ഞിരുന്ന് അന്ന് രാത്രി ഒരു 11 മണിയായപ്പോഴേക്കും എനിക്കൊരു ഫോൺ വന്നു. മലബാറിലെ മറ്റേ ചെറുപുഴ കണ്ണൂർ ചേർത്തലയിൽ താമസിക്കുന്ന എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തി മരിച്ചുപോയി. വയ്യാതെ കിടപ്പായിരുന്നു. അപ്പം നമ്മുടെ മുമ്പിൽ വഴിയൊന്നുമില്ല അവിടെ പോകാനായിട്ട്. കാരണം രാവിലെ 11 മണിക്കായിരുന്നു, പിറ്റേ ദിവസം 3 മണിക്ക് അടക്കാണ്. അതായത് ഞായറാഴ്ച 3 മണിക്ക് അടക്കാണ്. എൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് ആർക്കും എത്താൻ പറ്റത്തില്ല. കാരണം ഈ ചെറിയ സമയം കൊണ്ട് ഒരിക്കലും എത്താൻ പറ്റില്ല. ആകെ ഒരു സാധ്യത എനിക്ക് മാത്രമുള്ളത് വന്ദേ ഭാരത് കിട്ടിയാലെന്നുള്ളൂ. പക്ഷേ വന്ദേ ഭാരത് പിറ്റേ ദിവസം തലേദിവസം തിങ്കളാഴ്ചയാണെന്ന് നോക്കണം. തലേദിവസം, അതായത് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തന്നെ എൻ്റെ തൽക്കാലം കഴിഞ്ഞു. പിന്നെ ഒരു വിധത്തിൽ രാത്രിയിലെന്തോ ഈ ചാർട്ട് പ്രസിദ്ധീകരിച്ച സമയത്തുള്ള വേക്കൻസി നോക്കിയിരുന്ന് ഒരെണ്ണം എടുത്തു വന്നു ഓഫീസിൽ നിന്ന്. അങ്ങനെ ആ ഒരു സീറ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ രാവിലെ വന്ദേ ഭാരതിനും പോയി. അപ്പോഴാണ് ശ്രീധരൻപിള്ള സാറിനെ വഴി വെച്ച് കാണുന്നത്. ട്രെയിനിൽ വെച്ച് ഞങ്ങൾ ഒരു കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. അങ്ങനെ അവിടെ പോയി
ഷവർക്ക് കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം മാവേലിക്ക് കയറി ഇവിടെ എത്തി. അപ്പോൾ ഈ സമയത്തിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചിലരൊക്കെ വാട്സാപ്പിലിട്ട് തന്നു രമ്യ ഹരിദാസിന്. ഇപ്പം എൻ്റെ സഹപാഠിയുണ്ട് ബിജു എന്ന് പറയാം, ബഹ്റൈനിലാണ്. അവനാണ് എനിക്ക് ആദ്യം ഇട്ട് തരുന്നത്. അപ്പം അങ്ങനെ പലരും ഇട്ട് തന്നു. രമ്യ ഹരിദാസിൻ്റെ ആ കുറിപ്പ് ചെറിയ വിഷമമുണ്ടാക്കി. ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളത്തരമായിരിക്കും. നമുക്കേ വിഷമമുണ്ടാക്കിയത്. ചെറിയ വിഷമമുണ്ടാക്കി. പക്ഷേ നമ്മളിപ്പം ഷാഫി ചാലിയം എന്നെ ചീത്ത വിളിച്ചപ്പം എന്നെക്കുറിച്ച് വൃത്തികേട് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, പൊട്ടിത്തെറിച്ചു. അല്ലെങ്കിൽ മീഡിയ വണിലെ ആ അടുപ്പൊട്ടിച്ചട്ടെന്ന വൃത്തികെട്ടവന്മാർ, അവന്മാർ ആ വർഗീയവാദികൾ, അവന്മാർ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. പക്ഷേ രമ്യ ഹരിദാസ് എൻ്റെ ഇത് കണ്ട് എനിക്ക് ദേഷ്യം വന്നില്ല, സങ്കടമേ വന്നുള്ളൂ. കാരണം രമ്യ ഹരിദാസ് അവരുടെ നിസ്സഹാവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു നോക്കി. കാരണം അവർ എന്നെ ഈ യഥാർത്ഥത്തിൽ ഒരുമാതിരിപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പി നേതാക്കളും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതെ, പക്ഷേ ഒരു വിഭാഗം പേര് അന്ന് നമ്മളെ സഹായിക്കാൻ വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലായിടത്തും ഉണ്ടാവില്ല. ബി ജെ പിയിലെ തന്നെ ആളുകൾ പാര വെച്ചത് കോൺഗ്രസിലുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പേരും നമ്മളെ പിന്തുണച്ചിരുന്നു. കെ സുധാകരനെ പോലുള്ള. പക്ഷെ ഫോട്ടോ ഇട്ട് പിന്തുണ പ്രഖ്യാപിച്ചത് രമ്യയാണ്. അതാണ് രമ്യക്ക് ക്ഷീണമായത്. അപ്പം രമ്യ അതിലല്ലാത്ത പരാജയപ്പെട്ടതെങ്കിലും രമ്യ ജയിച്ചെങ്കിൽ ഇത് ചർച്ച ആവത്തില്ല. രമ്യ തോറ്റതുകൊണ്ടാണ് ചർച്ച. തോറ്റതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പാർലമെന്റ് ഇലക്ഷന് ഇവർ ഇതേ ഫോട്ടോ അന്ന് ഉപയോഗിച്ചിരുന്നു. അപ്പം ഇവർ രമ്യയുടെ തോൽവിയുടെ കാരണമായി ഇത് അവതരിപ്പിച്ചപ്പോൾ രണ്ടാം തവണയും തോറ്റപ്പോൾ രമ്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് രമ്യ ഒരു പക്ഷേങ്കിൽ ഒരു നിസ്സഹാവസ്ഥയുണ്ടല്ലോ, ആ നിസ്സഹാവസ്ഥയിലാവാം എന്നെ തള്ളിപ്പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഞാൻ വിളിച്ചില്ല. ഞാനും രമ്യയും തമ്മിൽ നല്ല അടുപ്പമാണ്. എനിക്ക് എൻ്റെ അനിയത്തി എന്നൊരു ഫീലാണ് എനിക്കുള്ളത്. എല്ലാവർക്കും നമ്മുടെ സ്ഥാപനത്തിന് എല്ലാവർക്കും വലിയ അടുപ്പമാണ്. ആ സ്നേഹം രമ്യയ്ക്ക് എന്നോടുണ്ടെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഈ സംഭവത്തിന് ശേഷം തോൽവിക്ക് ഞാൻ രമ്യയെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ബോധപൂർവം അധികം വിളിക്കാനോ അല്ലെങ്കിൽ അധികം വാർത്ത ചെയ്ത് ഹൈപ്പുണ്ടാക്കാനൊന്നും ശ്രമിച്ചില്ല. ഈ പറയുന്ന ആളുകളുടെ ഒരു പ്രചരണം നടത്തുമല്ലോ, അതിൻ്റെ ഭാഗമാണല്ലോ. ഞാൻ തോറ്റു കഴിഞ്ഞപ്പം വിളിച്ചു. അപ്പോൾ വളരെ സങ്കടപ്പെട്ടാണ് സംസാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു രമ്യയെ ഒന്നും വിചാരിക്കേണ്ടെന്നൊക്കെ. രമ്യ എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ പോസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചുമില്ല. ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പോ അതിനുശേഷം രമ്യ എന്നെ വിളിച്ചുമില്ല. വിളിക്കാമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ല, ഞാൻ എന്നാലും കുറ്റം പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എനിക്ക് വിഷമം രമ്യയോടല്ല, എനിക്ക് വിഷമം നമ്മുടെ എക്കോസിസ്റ്റത്തോടാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു മത നേതാവ്, ഇപ്പം നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനോ സുമാരൻ നായരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്രാനോ ഒക്കെ നിങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആളുകൾ ചെയ്യാറില്ല. അവരുടെ ഒരു പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത ഇടുന്നല്ലാതെ ഒരിക്കലും സംഭവിക്കാറില്ല. അപ്പം പക്ഷേ അവരെക്കാൾ ഒരു പക്ഷേ കേരള ജനതയെ സ്വാധീനിക്കാൻ മറുനാടിന് കഴിയും. അത് നമ്മൾ ഏതെങ്കിലും മതത്തിലുള്ളതുകൊണ്ട് രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ടല്ല. നമുക്ക് മതവുമില്ല രാഷ്ട്രീയവുമില്ല, നമ്മുടെ നിലപാടിൻ്റെ സത്യമാണ് നമ്മുടെ നിലപാട് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേറെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാധ്യമത്തിന് ബഹുമാനമാണ് കിട്ടേണ്ടത്. പക്ഷെ കിട്ടുന്നത് ഇത്തരത്തിലുള്ള നുണപ്രചരണം. സത്യം പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ. അതാണ്. പക്ഷെ അതും നമ്മൾ അലങ്കാരമായി കരുതുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇവർ വർഗീയത പറയുന്ന മാധ്യമ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഇവർക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരു വർഗീയതയില്ല. ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങ് പറയുക. അപ്പം ഇവർ ഇനി വർഗീയത പറഞ്ഞ എത്രയോ ചാനലുകൾ ഇവിടെ ഉണ്ട്, വർഗീയത പറഞ്ഞ എത്രയോ വ്യക്തികൾ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. സമൂഹ മാധ്യമങ്ങൾ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ എത്രയോ അറിയപ്പെടുന്നവർ. ഞാൻ പറഞ്ഞ പല പാർട്ടി നേതാക്കന്മാരും പല മത നേതാക്കന്മാരും പരസ്യമേ വർഗീയത പറയാറുണ്ട്. ഇവർക്കിതൊന്നും വിഷയമല്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വർഗീയത അവരിത് യൂസ്ഡാണ്. ഇത് മാത്രമല്ല, ഒരു ജനം ടി വിയിലോ അല്ലെങ്കിൽ ജന്മഭൂമിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഈ ബി ജെ പിക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുന്ന സംഘപരിവാരോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇവർക്ക് എന്ത് പറഞ്ഞാലും ഇവർക്ക് വിഷയമല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ജന്മഭൂമിക്ക് അങ്ങനെ അവരുടെ ജോലിയാണത്. അതുകൊണ്ട് ഇനിയിപ്പോൾ കെ സുരേന്ദ്രൻ എന്ത് വർഗീയത പറഞ്ഞാലും അവർക്ക് പ്രശ്നമല്ല. ഈവൻ വെള്ളാപ്പള്ളി നടേശൻ, ഏറ്റവും കൂടുതൽ വർഗീയത ഈ കേരളത്തിൽ പറ്റുന്ന വെള്ളാപ്പള്ളി നടേശൻ, അവർക്ക് പ്രശ്നമല്ല. കാരണം അവരങ്ങനെ പറയുന്നു. അപ്പം ഇവരുടെ പ്രശ്നം മറുനാടൻ വർഗീയത പറയാതിരുന്നിട്ടും വർഗീയത പറയുന്നു എന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മറുനാടന് എല്ലാ വിഭാഗത്തിലും സ്വാധീനമുണ്ട്. അത് ഈ പലരും പറയാറുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റീസ് വെറുതെയാണ്. ഞാൻ പറയുന്നത്, ഞാൻ ഇന്നലത്തെ കഥയാണ് പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ മാവേലി എക്സ്പ്രസ്സിന് കയറാൻ വേണ്ടി ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്ന് ഞാനൊരു ചായ മേടിച്ചിട്ട് ആ സൈഡ് കുത്തിയിരിക്കുകയാണ്. ഞാനും എൻ്റെ ഒരു കസിനുണ്ട്,
എൻ്റെ ഫസ്റ്റ് കസിൻ്റെ അവിടെയുള്ള അല്ലല്ല തൊടുപുഴക്കാരനാണ്. തൊടുപുഴ കോടതി വർക്ക് ചെയ്യുവാൻ. അപ്പോൾ ഷിൻഡു എന്ന് പറയും. ഷിൻഡു ഞാനൂടാണ് പോയതും വന്നതും. അപ്പോൾ ഷിൻഡു ഞാനിവിടെ അവിടെ ഇരുന്ന് ചായ മേടിച്ചിട്ട് ഞങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ ആ സൈഡിൽ കുത്തിയിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം ഒരുപാട് പേര് അതിലെ വന്നു. എഴുന്നേറ്റ് ഞാൻ മടുത്തു. വരുന്നതായിട്ട് നമ്മൾ അഹങ്കാരാന്ന് തോന്നുന്നു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് മൊത്തം തട്ടമിട്ട, അതായത് മുഖം മാത്രം കാണാവുന്ന തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ. ഷാജസ്കറിയ സാറല്ലേ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ വീഡിയോയും കാണാറുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞ് കുറേ ഫോട്ടോ എടുത്തില്ല, പക്ഷേ എന്നോട് കുറേ നേരം വർത്തമാനം പറഞ്ഞു. ഇത്തരം അനുഭവം എനിക്ക് ഒരുപാടുണ്ട്. ഇവരൊക്കെ എന്നോട് പറയുന്നത് ഞങ്ങളെല്ലാ വീഡിയോയും കാണാറുണ്ടെന്നാണ്. ഈവൻ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് പോയപ്പം എന്നോടൊരാൾ, നമ്മൾ ഈ വസ്ത്രധാരണം കൊണ്ടും ഈ ശരീരഭാഷ കൊണ്ടും മുസ്ലിമാന്ന് തോന്നുന്നവരുണ്ടല്ലോ, നീണ്ട താടി, ഈ മീശയില്ല, തലക്കെട്ടില്ലായിരുന്നു, മീശയില്ല, പക്ഷെ നീണ്ട താടിയുള്ള ഒരു മുസ്ലിം എന്ന് തോന്നിയ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നാലും എന്തോ ഒരു മോദിയോടൊക്കെയുള്ള ഭയങ്കരമായ നിങ്ങളുടെ ഇഷ്ടവും പിന്നെ അതുപോലെ തന്നെ ഇസ്രായേലിനെ നിങ്ങൾ കുറ്റം പറയുന്നത് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയുണ്ടല്ലോ, നിങ്ങൾ സംഭവമാണെന്ന് പറഞ്ഞു. ഇത് അഭിപ്രായം ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്തും പറഞ്ഞു, കിഴക്കോട്ട് വെച്ച് കണ്ടുപിട്ടി അയാൾ സംസാരിച്ച് പറയാൻ പ്രായമുള്ള മനുഷ്യൻ തന്നെ. അദ്ദേഹത്തിന് വിഷമം ഇത് രണ്ട് കാര്യമാണ്. നിങ്ങൾ മോദി ആവശ്യമില്ലാതെ നിങ്ങൾ പിന്തുണയ്ക്കുന്നു, ഇസ്രായേൽ നിങ്ങൾ നിലപാട് ശരിയല്ല. ഞാനത് അവരോട് പറഞ്ഞൊരു കഥയെന്ന് പറഞ്ഞത്, ചേട്ടാ നിങ്ങൾക്ക് മോദിയെ ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് ഫലസ്തീനെ ഇഷ്ടമാണ്, എനിക്ക് ഇസ്രായേലിനെ ഇഷ്ടമാണ്. ഇത് വ്യക്തിയുടെ താല്പര്യമല്ലേ? ഒരാളുടെ ഇഷ്ടത്തിന് കാരണം ബാക്കി വിട്. ഞാൻ ഫലസ്തീനെ ജനങ്ങളെ മുഴുവൻ കൊന്നു തളയണം എന്ന് പറഞ്ഞാലും ഓക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയേണ്ടത്, മോദി മഹാനാണ്, അവിടെ മോദിയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇല്ലാതാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്. അങ്ങനെയും പറഞ്ഞിട്ടില്ല. മോദിയെ എനിക്ക് ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് വെറുക്കാൻ അവകാശമുണ്ട്, എനിക്ക് ഇസ്രായേലിനെ ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് വെറുക്കാൻ അവകാശമുണ്ട്. ഈ ഒരു സ്വതന്ത്ര മനോഭാവം നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ഇല്ലാതെ കുറഞ്ഞു വരുന്ന തീർത്തും ഇല്ലാതായ അവസ്ഥയാണ്. പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുമാത്രം അത്തരം വിമർശനങ്ങൾ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അതായത് ഞാൻ മോദിയോട് ഇഷ്ടമുള്ള ആളാണ്, എനിക്ക് ഫലസ്തീനോട് വിരോധമില്ലെങ്കിലും ഹമാസിനെയും വിരോധമുള്ള ആളാണ്. അത്തരം കാര്യങ്ങളിൽ വേറൊരാൾക്കുള്ള എതിരഭിപ്രായം ഞാൻ അംഗീകരിക്കാം, അവരുടെ ഭാഗം ഞാൻ കേൾക്കാം, അവരോട് തർക്കിക്കാതെ പോലും ഇരിക്കാം. ഞാൻ ഈ തർക്കത്തിനെതിരാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ആത്യന്തികമായി ഒരു ശരിയില്ല ഇത്തരം വിഷയങ്ങളിൽ. ഇപ്പോൾ മോദിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, രാജ്മോഹൻ ഇഷ്ടമില്ല എന്ന് കരുതുക. രാജ്മോഹൻ എപ്പോഴും രാജ്മോഹന് ശരിയുണ്ട്, എനിക്ക് എൻ്റെ ശരിയുണ്ട്. നമ്മളിപ്പോൾ തർക്കിച്ച് ഒരിക്കലും ശരി കണ്ടെത്താൻ പറ്റത്തില്ല. നമ്മുടെ മലയാളം പോലെ തർക്ക വിദഗ്ധന്മാർ ലോകത്ത് ഇറങ്ങി കാണില്ല, ശരി കണ്ടെത്താൻ പറ്റത്തില്ല. എൻ്റെ അഭിപ്രായം എന്താണെന്നറിയോ, തർക്കിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളൂ, ഞാൻ മോദിയെ ഇഷ്ടപ്പെടും, നിങ്ങൾ എത്രത്തോളം. ഫലസ്തീൻ വിഷയത്തിലും ഞാൻ ഇസ്രായേലിനെ അനുകൂലിക്കുന്നു. എനിക്കത് തർക്കിച്ച് നിങ്ങളുടെ അടുത്ത് അത് ശരിയാക്കിയെടുക്കേണ്ട ആവശ്യമില്ല, എൻ്റെ വിശ്വാസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, അതായത് ഇവിടെ ഉള്ള സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സംഘപരിവാർ എതിർക്കപ്പെടേണ്ട ആളാണ്, അത് വംശീയ പാർട്ടിയാണ്, അതിനോട് കോംപ്രമൈസ് പാടില്ല, അവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, അവരുടെ വാർത്ത കൊടുക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഒരു മുൻവിധി എനിക്കില്ല. അതിനെ ഒരു വിമർശനമായി നിങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കും. പക്ഷേ ഞാൻ ഇസ്ലാമിനെതിരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുസ്ലിമിനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രവാചകനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഖുറാനെതിരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഇവർക്ക് ഉത്തരമില്ല. അപ്പം ഇങ്ങനെ ഇത് പറയുന്നത് ആരാണ്? ഇവിടെ ഞാൻ ഭയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അജിംസിൻ്റെ അല്ല മറ്റേ ദാവൂദുണ്ട് കേരളത്തിൽ. കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി ആരാന്ന് ചോദിച്ചാൽ സി ദാവൂദാണ്. അയാൾ കലർക്കി വിടുന്ന വിഷവും അയാൾ തളിക്കുന്ന ഈ മധുരം പുലർത്തിയ വിഷവുമാണ് കേരളത്തെ ഇത്രയും ഗതികെട്ടില്ല. ഇത്തരക്കാർക്ക് കൃത്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാറിയും കേട്ടോ, ആളെ കൺവിൻസിംഗ് ആയിട്ട് പറയാറ്. ഇത്തരം കർഷകർക്ക് എല്ലാം ഉള്ള പ്രത്യേകതയാണ്. ഇയാൾ പറഞ്ഞാൽ ശരിയാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നു. ഇല്ല, ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയല്ലോ. പണ്ട് നമ്മൾ ഒരിക്കലും കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് നമ്മുടെ കൂടിച്ചേരല്ല. കൂടിച്ചേരൽ നടക്കുമ്പോൾ നമുക്ക് ഒരാളുടെ മതത്തെക്കുറിച്ച് നമ്മൾ ബോധേടയല്ല. ഇത്തവണ ഞാൻ വളരെ ബോധേടായിരുന്നു. ഇനിയിപ്പം എന്തെങ്കിലും അപ്പം ഞാൻ പറഞ്ഞു, ഇല്യാസ് അല്ല മറ്റേ ബഷീർമാർ, മാതൃഭൂമിയിലെ ബഷീറും മാധ്യമത്തിലെ ബഷീറും മുഹമ്മദ് റിജാം, ഞാൻ പറഞ്ഞ കേരള ഈ 3 പേരായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ മുസ്ലിമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ മുസ്ലിം ആയതുകൊണ്ട് നമുക്കൊരു അകൽച്ച തോന്നുന്നില്ല, മുസ്ലിം ആയത് നമുക്ക് പ്രത്യേക ഇഷ്ടമൊന്നുമില്ല. എങ്കിൽ പോലും ഒരു ജാഗ്രത വരുവാണ്. പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് തമാശ കണ്ടില്ല, എനിക്കൊരു എക്സ്ട്രാ ജാഗ്രത വരുവാണ്. നമ്മൾ വായിന്ന് വരുമ്പം നാളെ ഈ തരത്തിലേക്ക് ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ചതിൻ്റെ ഒരു പ്രധാന ഘടകം ഈ ദാവൂദാണ്. ദാവൂദ് അവിടെ ഇരുന്നുകൊണ്ട്
ദിവസവും ഇന്നത്തെ ദാവീദും മറ്റേ നിഷാദ് റാവുത്തറൊക്കെ സത്യം പറഞ്ഞാൽ നിഷാദ് റാവുത്തറുടെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ മീഡിയ വൺ ഓഫീസിൽ പോയിട്ട് ഒരു ഒറ്റ കുത്തു കൊടുക്കാൻ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ നിയമം പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാ കാരണം വിട്ടുകളഞ്ഞു. അത്രയ്ക്കും വെറുപ്പും വിദ്വേഷവും പച്ചക്കള്ള ഇവർ പറയാം. ദാവൂദ് പറയാം ഏറ്റവും വലിയ വിദ്വേഷ യൂട്യൂബാണ് ഏറ്റവും വലിയ ലാഭ കച്ചവടം. എൻ്റെ പൊന്ന് ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ, ഞാൻ അയാളുടെ പേര് പറയുന്നത്, അയാളുടെ വിമാനത്തെക്കുറിച്ചോ അയാളുടെ ഭക്ഷണത്തെക്കുറിച്ചോ ഒക്കെ ഒരു നല്ലത് പറഞ്ഞാൽ 2 മില്യൺ പേര് കാണും. നമ്മുടെ പല പ്രമുഖരും അങ്ങനെയാണ് ജീവിക്കുന്നത്. ഇപ്പം ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ രാഷ്ട്രീയം പറയാതെ എൻ്റെ രാഷ്ട്രീയത്തെക്കാൾ കൂടുന്നത് രാഷ്ട്രീയേതര വീഡിയോകളാണ്. എപ്പോഴും അങ്ങനെയാണല്ലോ എല്ലാ രാഷ്ട്രീയം. ഞാൻ ഈ പറയുന്ന ഒത്തിരി യാത്രയൊക്കെ ചെയ്ത് എൻ്റെ ഒരു വ്ളോഗറായി മാറുകയാണെങ്കിൽ എനിക്കൊരു മാസം കുറഞ്ഞത് എല്ലാ ചിലവും 10 ലക്ഷം രൂപ കിട്ടും. ഈ സ്ഥാപനം നടത്തി കഴിയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സ്ഥാപനം നടത്തുന്നത് കൊണ്ട് എനിക്കിവിടുന്ന് കിട്ടുന്ന ഒരു ശമ്പളമുണ്ട്. ഇതാണ് എനിക്ക് കിട്ടുന്നത്. ആ ശമ്പളം എനിക്ക് ഈ ശമ്പളം മേടിക്കേണ്ട കാര്യമില്ല. ഞാനൊരു വ്ളോഗറായാൽ ദിവസം നടന്നു കഴിഞ്ഞാൽ മിനിമം 10 ലക്ഷം പൈസ ഉണ്ടാക്കുന്ന ആളുണ്ട് നമ്മുടെ നാട്ടിൽ, എന്തോരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇവർ പറയുന്ന മാതിരി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ആരുടെയും കാശ് മേടിച്ചോണ്ടും അല്ല. അതൊക്കെ ഇവരുടെ ഒരു ഇടുങ്ങിയ ചിന്താഗതി എന്ന് പറയുന്നതാണ്. അപ്പം വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല. അപ്പം നമ്മളെന്നെ പൊട്ടന്മാരാണ്, നമുക്ക് ലോകത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലേ. എൻ്റെ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ മതി 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കാണുന്ന ഈ മതം പറയുമ്പോൾ. അല്ലെങ്കിൽ തന്നെ എവിടെയാണ് മതം പറയുന്നത്? ഇവർ പറയുന്നത് നമ്മളിപ്പോൾ നാട്ടിലെ വിഷയങ്ങളാണ്. ഇപ്പം നവീൻ ബാബുവിൻ്റെ അല്ലെ വയനാട് ദുരന്തത്തിൻ്റെ ഇതിനകത്തേക്ക് എവിടെയാണ് മതം? അല്ല, അന്ന് ഇവിടെ പണ്ട് SNDP കാരുടെ സമരത്തിന് വന്നിരുന്നല്ലോ, അവരും പറഞ്ഞ് നമ്മൾ ഗുരുദേവനെ അധിക്ഷേപിച്ചു. പക്ഷേ ഗുരുദേവൻ അധിക്ഷേപിച്ചായിട്ട് ഒരു തെളിവും കാണിക്കാർക്ക് സാധിച്ചില്ല. ഗുരുദേവനെ ഞാൻ അധിക്ഷേപിക്കത്തില്ലെന്ന് എല്ലാ SNDP അറിയാമായിരുന്നു. അതിന് ഗുണമുണ്ട്. കാരണം എനിക്കെതിരെ SNDPയുടെ നേതാക്കന്മാർ പോസ്റ്റ് ഇടുമ്പോൾ മുഴുവൻ SNDP കാരും എനിക്ക് അനുകൂലം. ഈ പരിപാടിക്ക് ഒരു SNDP അത് എനിക്ക് അറിയാവുന്ന ഒരാളെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വരാം പരിപാടിക്ക്, പക്ഷേ ആ തെളിവൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അല്ല, പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരങ്ങ് കരുതുവാണ്. എന്നുവെച്ചാൽ അവിടെ ഇവിടെയും പറയുന്നത് ചിലപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഞാൻ പറഞ്ഞു. പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. മതരാഷ്ട്ര നിർമ്മാണം ഈ പൊളിറ്റിക്കലും ഇസ്ലാമിന് ഒരു അജണ്ടയുണ്ട്. അപ്പോൾ അവരോട് കണക്കും കൊള്ളാമല്ലോ. കൊടും വർഗീയവാദിയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഷാഫി താലിമിനെ ഞാൻ താലിബാൻ എന്ന് വിളിച്ചു. കണ്ടോ, വർഗീയതയാണ്. ഷാഫി താലിം എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ആരോ പറയുന്നത് കേട്ട് ഞാൻ എന്തോ 2 കോടി രൂപ കൈക്കൂലി കൊടുത്തു, ഞാൻ വർഗീയവാദിയാണ്, എന്നെ ജയിലിലടച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനോട് പ്രതികരിച്ചതാണ്. പ്രതികരിക്കണമല്ലോ, അല്ലെങ്കിൽ ശരിയാണെന്ന് ഇവർ പറഞ്ഞ സത്യമാണ് നാട്ടുകാർ വിചാരിക്കുമല്ലേ. അല്ലെങ്കിൽ അവിടെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ സംഘടിത പ്രചാരകർ ഈ രംഗത്തിറങ്ങുമ്പം ഈ നാട്ടിലെ വോട്ട് ബാങ്കിലൊരു കുലുക്കം ഉണ്ടാവുകയും രമ്യ ഹരിദാസിന് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് വേറെ കാര്യം, CPMൻ്റെ ഒരു കുത്തിത്തിരിപ്പുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. എന്നെ അവിടുന്ന് ഒരു പ്രധാന പ്രവർത്തകൻ വിളിച്ച് പറഞ്ഞത്, രമ്യ ഹരിദാസ് ഞാനിവിടെ നിൽക്കുന്ന 10,000 പോസ്റ്റർ അടിച്ചിട്ട് അവിടെയുള്ള എല്ലാ മുസ്ലിം വീടുകളിലെത്തിയിട്ട് എന്നിട്ട് അവരോട് പറഞ്ഞു രമ്യയെ ജയിപ്പിച്ചാൽ രമ്യ BJP പോകുമെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി. അല്ല, അന്ന് അവരെ മറ്റേ പരസ്യം ഉണ്ടല്ലോ, ഏത് ഈ പിന്നെ സരിന് വേണ്ടിയുള്ള പരസ്യം, അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമല്ല അവർ നടത്തിയ വർഗീയത. അതാണ് വർഗീയത. അതാണ് സരിന് വേണ്ടി അവർ നടത്തിയ ഒരു പരസ്യം. അപ്പോൾ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുകയും ലീഗ് അടക്കമുള്ള പാർട്ടി, ലീഗിൻ്റെ ഒക്കെ പല സലാമിനൊന്നും എന്നെ കണ്ടുകൂടാ, PMA സലാം. അപ്പോൾ കോൺഗ്രസിൽ പ്രതാപനായിരുന്നു തോന്നുന്നു, ഇവിടെ രമ്യയുടെ ഒന്നും. അതുകൊണ്ട് തന്നെ പാര വെച്ചു. പ്രതാപൻ എന്നെ പിന്തുണച്ചത് കാരണം പ്രതാപന് രമ്യയെ കണ്ടുകൂടാ. അപ്പം ഇവരെല്ലാം കൂടെ നടത്തുന്ന കള്ളപ്രചരണത്തിൽ ഇവർ വീണുപോയതല്ല, ഇവർക്ക് നിവൃത്തിയില്ലാതെ. കാരണം ഞാനിപ്പോഴും രമ്യയുടെ ഭാഗത്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ 2 തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ച് തോറ്റു. ഷാനിമോൾ ഉസ്മാൻ കഷക്കാരനാണ് ജയിച്ചു എന്നുള്ള ഒരു പോയിന്റ് പലരും നേരത്തെ ഇവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു തരംഗത്ത് അതുപോലെ ഇവർക്കൊരു വിജയം ഉണ്ടാവും എന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ രമ്യയോടൊന്ന് പറഞ്ഞിരുന്നതാണ്, രമ്യ 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലത്തിൽ നിങ്ങൾ എത്ര കുറച്ചാലും അത് ജയമാകുക അത്ര എളുപ്പമല്ല. അപ്പോൾ പല പാർട്ടിക്കാരുടെ എല്ലാം ഉറപ്പുണ്ട്, കോൺഫിഡൻസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. വെരി ഡേഞ്ചറസ് ആണ്. നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ തോറ്റാൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിക്കുമെന്നൊരു തോന്നലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം രമ്യയുടെ രാഷ്ട്രീയ ഭാവി ഒരു പ്രശ്നം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ 2 തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പോലുള്ള പാർട്ടി 2 തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് തോറ്റാൽ പിന്നെ മൂന്നാമതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ അവർക്ക് ഇനി അങ്ങനെ ഒരു സീറ്റ് എവിടെ കിട്ടുമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത്തവണ VD സതീശൻ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ നോക്കിയെന്ന് തോന്നുന്നു. ഇത്തവണ അവരുടെ കാര്യം പാർട്ടി സഹായിച്ചു തോന്നുന്നു. അപ്പം രമ്യ അല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം ഞാൻ വർഗീയത പറയാതിരുന്നിട്ടും, ഞാൻ മുസ്ലിം വിരുദ്ധ കാണിക്കാതിരുന്നിട്ടും, ഞാൻ മുസ്ലിം വിരുദ്ധനും വർഗീയവാദിയാണ് എന്ന്
വ്യാജ പ്രചരണം നടത്തി അത് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുകയും അതുകൊണ്ട് മാത്രം എന്നെ പിന്തുണയ്ക്കാൻ എനിക്ക് വളരെ അടുപ്പമുള്ള, ഞാൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന രമ്യയ്ക്ക് പോലും നിർബന്ധനാവുന്ന ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ കേസുണ്ടായപ്പം ഇത് സംഭവിച്ചു. ഇതിൻ്റെ കാര്യം വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കൊടിയ വിഷമെന്ന് പറയുന്നത് മീഡിയ വണ്ണാണ്. മീഡിയ വൺ ഒരു പവർഫുൾ മാധ്യമമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി അവർക്ക് വലിയ സ്വാധീനമുണ്ട്. മാത്രമല്ല അവരെ അക്രഡിറ്റഡ് ജേർണലിസ്റ്റിന് സർക്കാരിന് ആനുകൂല്യങ്ങളും കിട്ടും. അതുകൊണ്ട് മീഡിയ വണ്ണിനെ പിണക്കാൻ അവർക്കാർക്കും താല്പര്യമില്ല. എല്ലാ പത്രസമ്മേളനങ്ങളിലും എല്ലാ സ്ഥലങ്ങളും മീഡിയ വണ്ണിൻ്റെ വല്ലാത്തൊരു സാന്നിധ്യം. കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോഴും ഒരുപാട് എല്ലാവരും വന്നിരുന്നു. അപ്പോൾ ഇവരാണ് അജണ്ട തീർത്ത് ഈ മറുനാടിനെ പിന്തുണച്ചാൽ നിങ്ങൾ തോറ്റുപോകും എന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, മീഡിയ വണ്ണിന് കൃത്യമായ അജണ്ടയുണ്ട്. രണ്ട് തരത്തിലുള്ള അജണ്ട. എൻ്റെ കാര്യത്തിൽ അജണ്ടയുണ്ട്. അല്ല, മീഡിയ വണ്ണിന് ബേസിക്കലി ഒരു അജണ്ടയുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട. എങ്ങനെ വന്നാലും ഇതൊരു എന്താ പറയുക, CPM-കാർ, ഞാൻ EMS കത്തെഴുതുമായിരുന്നു പണ്ട് പറഞ്ഞിട്ടുണ്ട്. EMS-നോട് ഞാൻ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പാർലമെൻ്ററി ജനാധിപത്യം അപ്പോൾ എന്താ, അപ്പോൾ അദ്ദേഹം അന്ന് എനിക്ക് കത്തെഴുതിയിരുന്നു. പിന്നെ അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. അടവ് തയമാണ്. അതായത് അടിസ്ഥാനപരമായി CPM വിശ്വസിക്കുന്നത് വിപ്ലവം ഉണ്ടാകുന്നു, ഇവിടെ തൊഴിലാളി വർഗ്ഗ സർവാധിപത്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുവരെ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിവെക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈ അധികാരത്തിന്റെ രുചി അറിഞ്ഞപ്പോഴാണ് ഇവർക്ക് പലർക്കും. അതേപോലെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇസ്ലാമിക ലോകം ഇവിടെ ഉണ്ടാവും. അതുവരെ അടവ് തന്ത്രം എന്ന നിലയിൽ പതിയെ പതിയെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എലമെൻറ്റുകൾ നീട്ടിക്കൊടുക്കുന്ന എല്ലാ വഴികളും. അതുകൊണ്ടാണ് അവർ CL തോമസിനെ ചീഫ് എഡിറ്റർ ആക്കിയിട്ട് മീഡിയ വൺ, CL തോമസ് അല്ലേ, CL തോമസിനെ വെച്ചിട്ടാണ് മീഡിയ വൺ തുടങ്ങുന്നത്. അല്ലെങ്കിൽ പത്രത്തിന്റെ മാധ്യമത്തിന്റെ എഡിറ്റർ. ഇപ്പോഴാരാണ്? പ്രമോദ് രാമൻ. അപ്പം ഇവരൊക്കെ ഈ ഒരു ഹിന്ദു മുഖമോ ക്രിസ്ത്യൻ മുഖമോ ഉള്ളവരെ ആയിരിക്കും ഇവർ പോസ്റ്റ് കൊണ്ടുവെക്കുന്നത്. മാന്യമായ ശമ്പളം കൊടുക്കും. എന്നിട്ട് ഇവരുടെ പേരിലായിരിക്കും കത്തിടപാടുകളും എഴുത്തുമൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും ഇപ്പോൾ ഈ പറഞ്ഞ സീദാഫൂദ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധിയാണ് മീഡിയ വൺ. അയാൾ നേരിട്ടിറങ്ങിയിട്ടാണ് ഈ വർഗീയത പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ രഹസ്യ അജണ്ട ഇവർ ഒളിച്ചു കിടത്തുക. ഇവരുടെ രഹസ്യ അജണ്ട തുറന്നു പറയാൻ ധൈര്യം ഈ പാർട്ടികൾക്കാർക്കുമില്ല. കാരണം ഇവരെല്ലാം ഇവരെ ആശ്രയിച്ച വോട്ട് ബാങ്കിനെ പേടിച്ചാണല്ലോ ജീവിക്കുന്നത്. ഒരു മീഡിയ എന്ന നിലയിൽ വോട്ട് ബാങ്കുണ്ട്, ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ വോട്ട് ബാങ്കുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്ക് പോലും ആത്മീയ നേതാക്കൾക്ക് പോലും ജമാഅത്ത് ഇസ്ലാമി ഇഷ്ടമല്ല. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടാനൊക്കെ പറ്റില്ല, പരസ്യമായിട്ട് അവർ ഇഷ്ടം പ്രകടിപ്പിക്കണമല്ലോ. അപ്പം പലപ്പോഴും സംഭവിക്കാറുള്ളതാണല്ലോ. അപ്പം ഇവരുടെ ഈ അജണ്ട പൊളിച്ചു കാട്ടുന്നു എന്നുള്ളതാണ് ഇവർക്ക് എന്നോടുള്ള വിരോധം. അതിനവർ വർഗീയവാദിയാക്കിയിട്ട്, അപ്പോൾ മറ്റേ നിഷാദ് റാവുത്തറൊക്കെ പറയുന്നത് എന്നെ പീഡിപ്പിച്ചതിനെ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. പീഡിപ്പിച്ചില്ലെന്നാണ് പറയുന്നത്. ഏതാണ്ട് 6 മാസം കള്ളക്കേസ് എടുത്തിട്ട് നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ മുഴുവൻ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. സാധനം മുഴുവൻ എടുത്തോണ്ട് ജീവനക്കാരുടെ സാധനം 1.5 കൊല്ലം ഇത് തിരിച്ചു കിട്ടില്ല. എന്നിട്ട് പീഡിപ്പിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇതൊരു വശത്തെ അജണ്ട. മറ്റൊരു അജണ്ട ഇവർക്ക് എൻ്റെ മേലുണ്ട്, ഈ മീഡിയ വണ്ണിനും ജമാഅത്ത് ഇസ്ലാമിക്കും. എനിക്ക് വിശ്വാസ്യത ഇപ്പം അവർക്ക് കുറച്ചെങ്കിലും ബോധ്യപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ്. ഞാൻ കുഴപ്പക്കാരനാണ്, മുസ്ലിം വിരുദ്ധനാണ് എന്ന് അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം പോരാ, സാമാന്യ ജനതയും കൂടെ. ഇപ്പം റോയി അറക്കൽ എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ നേതാവുണ്ടായിരുന്നു. കേരള കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രസ്ഥാനമാണ് SDPI. SDPI തുടങ്ങിയപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറിമാരെ ഒരാളെ നിയമിച്ചത് അയാളെയാണ്. SDP എപ്പോഴും അവരുടെ ഒളിച്ചു കിടത്തൽ അങ്ങനെയാണ്. അപ്പോൾ ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞൊരു വെൽഫെയർ പാർട്ടിയൊക്കെ പിന്നീട് വന്ന അവർ നല്ല പൊതുപ്രവർത്തകയായിരുന്നു. അവർ വളരെ നല്ല, എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു. അവർ പിന്നീട് വെൽഫെയർ പാർട്ടിയിലേക്കും, പിന്നീട് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയിൽ നിന്ന് അവർ പുറത്തായി. കാരണം എന്തോ ആഭ്യന്തര പ്രശ്നമുണ്ട്. അവർക്ക് കൃത്യം ശമ്പളം കൊടുത്താണ് ശ്രീജ. PDP താടിയും മുടിയും വളർത്തിയ ഒരു വർക്കലുള്ള ആളെ പേര് ഞാൻ പറഞ്ഞു, ഒരാളുണ്ടായിരുന്നു, ഹിന്ദു പേരുള്ള ഒരാളുണ്ടായിരുന്നു PDPയുടെ നേതാവായിട്ട് ഫ്രണ്ടിൽ. ഇവരൊരു സ്വാമി ഉണ്ടല്ലോ, അതാണ് സ്വാമി. അപ്പം ഞാൻ പറഞ്ഞേ വെൽഫെയർ പാർട്ടി എന്ന് അവർ പോയെങ്കിലും അവർ അതിനേക്കാൾ തീവ്ര ഇസ്ലാമി. ഇതിനെല്ലാം അജണ്ടയുണ്ട്. ഇതിന് പിന്നിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാവാം. എന്തായാലും ശ്രീജയ്ക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാം വെൽഫെയർ പാർട്ടി. അപ്പം ഇത്തരത്തിൽ ഇവരെ മറ്റാളുകളെയും ഇങ്ങനെ ഇവരുടെ രഹസ്യ അജണ്ട ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുക, ഇരവാദം അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് അടിച്ചു കെട്ടുന്നത്. ഇപ്പോൾ അവർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് എൻ്റെ സ്വാധീനം കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് പോലും ഈ പുരോഗമന ചിന്താഗതി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല അവർ.
പക്ഷെ മറ്റുള്ളവരുടെ സമൂഹത്തിൽ അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ദാവൂദിൻ്റെ ചർച്ചയ്ക്കകത്ത് ദാവൂദ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, നല്ല വിദ്യാസമ്പന്നരായ പലരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇത് കാണുന്നത് ഇതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് ഇവരുടെ അജണ്ട എന്താണെന്ന് വെച്ചാൽ നിരന്തരം പ്രകോപിപ്പിച്ച് ഞാൻ ബി ജെ പിയിലേക്ക് ചേരണം. അപ്പോൾ നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞാൽ ഞാൻ ബി ജെ പിയിലാവൂടാ, ചേർന്നാൽ രക്ഷപ്പെട്ടു. കാരണം ഞാൻ ബി ജെ പിക്കാരനാണെങ്കിൽ പിന്നെ എന്നെ കേൾക്കുന്നവർ നോക്കുമ്പോൾ അവൻ ബി ജെ പിക്കാരനാണ്, അതുകൊണ്ട് ബി ജെ പിക്കാരവരോട് നിൽക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ ചവിട്ടി ബി ജെ പി ആക്കണം എന്നുള്ളതാണ് ഇവരുടെ അജണ്ട. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുമ്പോൾ എന്നെ സംഖ്യയാക്കുക എന്നുള്ള ഇവരുടെ ഒരു അജണ്ടയാണ്. ഈ എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സതീശൻ പോലും ഒരിക്കൽ പിന്തുണച്ചിട്ട് പിൻവലിക്കേണ്ടി വന്നു. സതീശൻ ഇവന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ് തരൂർ പിൻവലിച്ചിട്ടില്ല, സുധാകരൻ പിൻവലിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ഇവർ ഭയം സൃഷ്ടിച്ച് വരികയാണ്. അപ്പം ഞാനിത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ പാർട്ടിക്കും നല്ല നേതാക്കൾ വരേണ്ടത്. ഇവർക്കത് പിടികിട്ടുന്നില്ല. എനിക്ക് ബി ജെ പിയോടും കോൺഗ്രസിനോടും CPM-നോടും ഒരേ അകലമാണ്. എനിക്ക് പലരും കാര്യം എനിക്ക് CPM-നോട് ഒരു വിരോധമില്ല. ഞാൻ ആകെപ്പാടെ പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടി CPM-ആണ്. അതിൽ എത്രയോ നല്ല നേതാക്കന്മാരുടെ അവർ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇവർ കാണിക്കുന്നത്. CPM-നെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന പിണറായിയിൽ നിന്നും അണികൾ രക്ഷിച്ചെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ബി ജെ പിയിലെ ജനപിന്തുണ, ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ജനപിന്തുണയുള്ള നേതാക്കളിലേക്ക് വരാൻ ഞാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസിലെ അഴിമതിരഹിതരായ നിസ്വാർത്ഥരായ നേതാക്കൾ മുമ്പോട്ട് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഈ നേതാക്കൾക്കൊക്കെ എൻ്റെ സൗഹൃദം കുഴപ്പമാണ്. ഇവർ തുറന്നു പറഞ്ഞാൽ നമ്മൾ സൗഹൃദം വേണ്ടെന്ന് നോക്കുകയും അവർക്കെതിരാവണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അനുകൂലിച്ചാൽ അവർക്ക് കുഴപ്പമാണ്. ഇപ്പോൾ രമ്യ വിമർശിക്കാം, ആർക്കും വേണ്ട. ഞാനിപ്പോൾ ഓരോരുത്തരോടും വിളിച്ച് ചോദിക്കാൻ പോവാം. മാത്യു കുഴനാടൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ പിന്തുണ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ? ഞാൻ നിങ്ങളെ വിമർശിക്കുന്നതാണ്. എനിക്കിവരൊക്കെ രക്ഷപ്പെട്ടാൽ മതി. ഞാൻ വിമർശിക്കുന്നതുകൊണ്ട് അവർ രക്ഷപ്പെടട്ടെ. ഞാൻ നല്ലത് പറയുമ്പോൾ രക്ഷപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല, എൻ്റെ വിമർശനം അവർക്ക് 10 വോട്ട് കിട്ടുമെങ്കിൽ, ഇപ്പോൾ രമ്യ ഹരിദാസിൻ്റെ ഉദാഹരണത്തിന്, ഞാനിപ്പം ഈ തെരഞ്ഞെടുപ്പ് രമ്യ ഹരിദാസിനെതിരെ രംഗത്തിറങ്ങി രമ്യ ജയിച്ചേനെന്നാണ് ഇവർ പറയുന്നത്. അവിടെ അടുത്ത തവണ രമ്യ അനുവദിച്ചാൽ ഞാൻ രമ്യക്കെതിരെ അവിടെ വന്നുകൊണ്ട് പ്രസംഗിക്കാം. അപ്പോൾ ആരൊക്കെ ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞേക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ സമൂഹം ഇങ്ങനെ സത്യത്തിന് വിലയില്ലാതാവുന്നുള്ള അതൊരു സത്യമാണ്. കലികാലത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കണം. ഇതിന് കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. കെ സുരേന്ദ്രൻ എന്നെ ചീത്ത വിളിച്ചത് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് ഏഷ്യാനെറ്റ് കണ്ടുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരതങ്ങ് മാറ്റി വലിച്ചു. പിന്നെ നമ്മൾ കണ്ടതില്ല. വൈകിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചു ചോദിച്ചത്, ഈ അവൻ എന്നുള്ള വാക്ക് പുള്ളി ഉപയോഗിച്ചിരുന്നത് സുരേന്ദ്രൻ നിങ്ങൾ ചീഫ് സെക്രട്ടറിയെ കുറിച്ച് നിങ്ങളത്തെ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളത് കേട്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പിന്നീടാണ് നമ്മുടെ ന്യൂസ് ടീം അത് മനസ്സിലാക്കുകയും ചെയ്തത്. അല്ല, അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മുടെ രമ്യ ഹരിദാസിന് മറുനാടൻ്റെ പിന്തുണ വേണ്ട, മറുനാടനെ പിന്തുണച്ചാൽ ഖേദിക്കുന്നു എന്നുള്ളത് മീഡിയ വണിലെയും മാധ്യമത്തിൻ്റെ വലിയ വാർത്തയായിരുന്നു. അവർ കാർഡ് കേട്ട് കൊടുത്തു. പക്ഷെ സുരേന്ദ്രൻ മറുനാടനെ തെറിവിളിക്കുകയും അവൻ എടാ പോടാ എന്ന് വിളിക്കുന്നത് അറിഞ്ഞതായി മീഡിയ വൺ മാധ്യമം ശ്രദ്ധിച്ചില്ല. ഒരാളും ശ്രദ്ധിച്ചില്ല, ഒരു മാധ്യമം കൊടുത്തിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഒരു അജണ്ട. അതായത് വളരെ സൂക്ഷ്മതയോടുകൂടി പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകർ സൂക്ഷ്മതയോടെ കണ്ടെത്തേണ്ട ഒരു വിഷയമാണ്. അതായത് രമ്യ ഹരിദാസ് നിവൃത്തികേട് കൊണ്ട് എൻ്റെ പേര് പോലും പറയാതെ വളരെ ശ്രദ്ധിച്ച് അവർ ആ പിന്തുണ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ വലിയ വാർത്തയായി. അപ്പം അവർ പറയുന്നു മറുനാടനെ പിന്തുണച്ചാൽ ഇതാണ് എല്ലാവരുടെ അനുഭവം. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, നിഷാദ് റാവുത്താണ്. അവൻ പറഞ്ഞു ഇതൊരു തുടക്കമാണ്, എല്ലാവരും ആദ്യം സുധാകരൻ തെറ്റിദ്ധരുത്തണം എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ ആവേശം കോപ്രായം കാണിക്കുന്നുണ്ട്. ഇത് കാണിച്ചവർ എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഏറ്റവും മോശമായ ഭാഷയിലാണ് പത്രസമ്മേളനത്തിൽ തന്നെ വിമർശിച്ചത്. സുരേന്ദ്രൻ പറഞ്ഞത് സുരേന്ദ്രൻ്റെ രാജി ആവശ്യപ്പെടുന്നത് ബി ജെ പിക്കാരുമല്ല കോൺഗ്രസ്സുകാരാണ്. ഒരുത്തനുണ്ടല്ലോ ഷാജൻ സ്കറിയ, അവൻ പറഞ്ഞത്. ഇത് ഇവരാരും വാർത്തയാക്കുന്നില്ല. എന്താണ് സുരേന്ദ്രൻ എന്നെ തെറി വിളിച്ചു, എന്നെ എടാന്ന് വിളിച്ചു, ആന്ന് വിളിച്ചു എന്നുള്ള സാധനം ചർച്ചയായാൽ ഞാൻ സംഘപരിവാർ ഏജൻ്റാന്നുള്ള വാദം പൊളിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവർ ഇവരെല്ലാം ഒറ്റക്കെട്ടാണെന്ന് ഈ പാവപ്പെട്ട മീഡിയ വൺ മാത്രം കാണുന്ന പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെന്ന കാര്യം ഓവൻ ഭയങ്കര കുഴപ്പക്കാരാണ്. ഇവരിതറിയുന്നില്ല. ഇത് തന്നെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് മീഡിയ വൺ
മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ എന്നോട് കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ ഒരു ഉദാഹരണം മാത്രമേ. എൻ്റെ പോട്ടെ, എനിക്ക് ഈ പൊട്ടന്മാരെയൊന്നും ഞാൻ ജമാഅത്തെ ഇസ്ലാമായിട്ട് ചിലവില്ല കഴിയുന്നത്. ഉമാർ ചില്ലറ എനിക്ക് വേണ്ട എന്ന് മാത്രമല്ല, ഈ വൃത്തികെട്ട പ്രസ്ഥാനത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെതിരെ മരിക്കുന്നത് വരെ ഞാൻ ശബ്ദം ഉയർത്തും. കാരണം അത് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുസ്ഥിരതയ്ക്കും വലിയ ആപത്താണ്. കാരണം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭരണ സംവിധാനം. അവർ ഭരണഘടന അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരുടെ ഒരു ചായ എനിക്ക് വേണ്ട, ഒരു ചായ എനിക്ക് വേണ്ട. പക്ഷേ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പരത്തുന്നൊരു വെറുപ്പുണ്ട്. ഈ വെറുപ്പ് എന്നോട് ഇതാണെങ്കിൽ ഇത് തന്നെയാണ്. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഞാൻ സുപ്രീം കോടതിയുടെ ജാമ്യം കിട്ടിയതിൻ്റെ പേരിൽ പോയി സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ പോലീസ് സ്റ്റേഷൻ ഷാദി അസ്കറിനെ അറസ്റ്റിൽ അപ്പോൾ ബ്രേക്കിംഗ് ആണ് എന്ന് ഉളുപ്പില്ലാതെ വാർത്ത കൊടുത്ത് ഇവരെന്താ കരുതുന്നത്, അവരെ മാത്രം ഫോളോ ചെയ്യുന്ന മനുഷ്യർക്കിടയിൽ ഞാനൊരു കുഴപ്പക്കാരനാണ് അറസ്റ്റ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. വാസ്തവത്തിൽ ലോകത്തിപ്പം ഇവർ പറയുന്ന ദൈവമായി കൊണ്ട് നടക്കുന്ന, ദൈവതുല്യമായി കൊണ്ട് നടക്കുന്ന PV അൻവറിന് വേണ്ടി ഇപ്പം എത്ര കേസുണ്ട്? എണ്ണയാ തീരുമില്ല, എത്ര കേസുണ്ട്. അപ്പോൾ ഈ പറയുന്ന മീഡിയ അവിടെ ഈ ഭയാനകമായ ഈ ഇടപെടൽ, ഇത് രാജ്യത്തിനും നമ്മുടെ സത്യത്തിനും ഭയങ്കര ഭീഷണിയാണ്. അപ്പോൾ എനിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഏതർത്ഥത്തിലാണെന്ന് വെച്ചാൽ, ഞാനാണ് 1 രൂപ പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായാണ് നിഷ്പക്ഷത പുലർത്തുന്നത്. എനിക്കിപ്പം സതീശനെ ഞാൻ ചീത്ത വിളിക്കേണ്ട ഒരു കാര്യം, എന്നോട് വളരെ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ സതീശൻ്റെ ചില വൃത്തികേടുകൾ, അതായത് അയാളുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടൽ എനിക്ക് വിഷമമുണ്ടാക്കി. ഞാൻ അദ്ദേഹത്തെ ചീത്ത വിളിച്ച് അദ്ദേഹത്തിന് പണക്കുണ്ടാക്കി. അല്ലെങ്കിൽ സുരേന്ദ്രൻ എന്നോട് വലിയ ആരാധനയും ഇഷ്ടമുണ്ടായിരുന്ന ആളായിരുന്നു. സുരേന്ദ്രനെ BJP പ്രസിഡൻ്റ് ആക്കാൻ വേണ്ടി ക്യാമ്പയിൻ ചെയ്ത് മറുനാടനാണ്. സുരേന്ദ്രൻ വളരെ സ്നേഹത്തോടെ ഓഫീസിൽ. പിന്നീട് സുരേന്ദ്രൻ്റെ പ്രവൃത്തി ശരിയാകുമ്പോൾ നമ്മൾ ചീത്ത വിളിച്ചു. സുരേന്ദ്രൻ ഏറ്റവും ഇവരൊക്കെ പ്രശ്നം അതാണ്, ഇവരെ വിമർശിക്കാൻ പാടില്ല. അതേസമയം ചില ആളുകളുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. മറ്റേ പാലക്കാട് ആ വിമർശനം ഞാൻ നിലനിൽക്കുന്നു. പക്ഷെ ആ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ കൃഷ്ണകുമാർ എന്നെ ടെലിഫോൺ വിളിച്ചു. കൃഷ്ണകുമാർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതിൻ്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ അമ്മ രംഗത്ത് മത്സരം, ആ വിഷയം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഞാൻ ബോധപൂർവ്വം നമ്മൾ ആ വിഷയം തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് പറയുന്നത്. കൃഷ്ണകുമാർ അതിന് നന്ദി പറഞ്ഞു. നിങ്ങൾ ഇതറിയാമായിട്ട് നിങ്ങൾ അത് ക്യാമ്പയിൻ ആക്കിയില്ലല്ലോ. അപ്പോൾ അയാൾ പറയുന്ന കുറേ ന്യായങ്ങളുണ്ട്. കൃഷ്ണകുമാറിൻ്റെ ഈ ഭാര്യയുടെ ഇളയ സഹോദരി അയാൾ സംരക്ഷിച്ചതും അവരുടെ ജീവിതവും കുഴപ്പവും പ്രശ്നങ്ങളും, അപ്പോൾ അങ്ങേരുടെ ന്യായമാണ്. പക്ഷെ ഞാൻ ചോദിച്ചാൽ, അദ്ദേഹത്തിന് ഇത് പറയാനുള്ള ഒരു വൈകിയാണെങ്കിലും ഞാൻ വിമർശിച്ചപ്പോൾ ഇത് പറയാനുള്ളൊരു മര്യാദ സംസാരിച്ച് എന്താണെന്ന് ക്ലാരിഫൈ ആണുള്ള ഒരു മനസ്സുണ്ട്. അതും എത്ര മാന്യമായിട്ടായാലും എനിക്ക് മെസ്സേജ് അയച്ചു. ഫലതവണ വിളിച്ചു. ഞാൻ പരിചയമില്ലാത്ത ഫോൺ എടുക്കത്തില്ല. ഷാജൻജി, ഞാൻ കൃഷ്ണകുമാറാണ്, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പറഞ്ഞോളൂ, വാട്സാപ്പിലിട്ടോളൂ. എൻ്റെ രീതി പറഞ്ഞു. ഇല്ല, എനിക്കൊന്ന് നേരിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ പൊതുവെ നേരിട്ട് സംഭാഷണം കുറവാണ്. അല്ല, ഞാൻ റെക്കോർഡ് ചെയ്യത്തും വെളിയിൽ അയക്കത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, റെക്കോർഡ് ചെയ്യുന്ന എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉത്തമ ബോധ്യമുള്ള കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചു. പിന്നെ തിരക്കായിരുന്നു. പിന്നെ അദ്ദേഹം വീണ്ടും വിളിച്ചെന്നെ. അപ്പം അങ്ങനെ തുറന്നു പറയാൻ മനസ്സുള്ള മനുഷ്യരുണ്ട്. അതിനർത്ഥം ഞാൻ കൃഷ്ണകുമാറിനെതിരെ നാളെ വാർത്ത കൊടുക്കത്തില്ലെന്നോ അല്ലെങ്കിൽ ഇനി വിമർശനം ചെയ്യരുതെന്നല്ല. ഞാൻ ഇനി വിമർശിക്കാനുണ്ടെങ്കിൽ. പക്ഷേ ഈ പറയുന്ന സുരേന്ദ്രൻ അടക്കമുള്ള സംഘം എന്തിനാണ് നമ്മളൊരു വിമർശിച്ചുകൊണ്ട് നമ്മുടെ പിണങ്ങുവാണ്? അല്ല, നമ്മൾ ഇവർ കെ കരുണാകരൻ്റെ ഉദാഹരണം കണ്ടുപഠിക്കട്ടെ. കെ കരുണാകരൻ ജീവിച്ചിട്ട് ഇത്രയും മാധ്യമങ്ങൾ വേട്ടയാടിയ ഒരു മുഖ്യമന്ത്രി വേറെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. മാധ്യമപ്രവർത്തകർക്ക് പെൻഷൻ ഏർപ്പെടുത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് കെ കരുണാകരനാണ്. അതിനകത്ത് അദ്ദേഹത്തിന് ഒരു വിരോധമല്ല. പത്രസമ്മേളനം ഉമ്മൻചാണ്ടി ഞാൻ ചെന്ന് അദ്ദേഹത്തോട് ആ സോളാർ അത് പോട്ടെ, അതൊക്കെ കഴിഞ്ഞു, അത് നിങ്ങളങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ തെറ്റാതെ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ നടത്തുന്ന ഈ വിമർശനം ഈ പിണറായി സർക്കാരിനെതിരെ പകരം മറ്റൊരു സർക്കാരിനെതിരെ ആയിരുന്നെങ്കിൽ അവർ തിരുത്തിയേനെ പല കാര്യം. ഇവർ തിരുത്തത്തില്ല. അപ്പം ഇതിനെ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ, ഈ സുരേന്ദ്രൻ പറഞ്ഞ, അതായത് സുരേന്ദ്രൻ അടക്കം സകലർക്കും വിരോധമാണ് എന്നോട്. അത് എല്ലാ പാർട്ടിയിലും, കോൺഗ്രസ് പലർക്കും എന്നോട് വിരോധമുണ്ട്. ഇപ്പം TN പ്രതാപൻ എൻ്റെ പുക കണ്ടേ അടങ്ങുമെന്ന് പറഞ്ഞ് നടക്കുന്നത്. റിജുൽ മാക്കുറ്റി എന്ന് പറഞ്ഞ് മലബാറിലൊരു മുസ്ലിം രാഷ്ട്രീയക്കാരനാണ്. അത് സുധാകരനോട് സ്നേഹമാണ്. അയാളെപ്പോലെ ഈ പറയുന്ന സങ്കുചിത സമീപനമുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ കോൺഗ്രസ് കണ്ടിട്ടില്ല. ഷാഫി ചാലിയും PMA സലാം, ലീഗിലെ 2 ആൾക്കാർ, അതുപോലെ നമ്മുടെ K മുരളീധരൻ, ഒരുപാട് നേതാക്കൾ നമ്മൾ വിമർശിക്കുന്നു. ഇവർ പെരിഫറലായിട്ട് മാത്രം കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇവരെന്താണെന്ന് ചിന്തിക്കുക. ആരെങ്കിലും പറഞ്ഞത് കേട്ടോണ്ട് അങ്ങ് പ്രവർത്തിക്കാറെന്നാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അല്ല, എൻ്റെ സങ്കടം എന്ന് പറയുന്നത് രാജ്മോഹൻ, ഈ സത്യത്തിന് വിലയില്ല. ഒരു വർഗീയവാദിയാണ്, ഒരാളുടെ മേലെ വർഗീയവാദിനെ ചാപ്പകുത്തി അടിച്ചങ്ങ് ഏൽപ്പിച്ചു വിടുവാണ്. അപ്പം എന്നോട് സൗഹൃദം കൂടിയാൽ പോലും ഒരാൾ
തോൽക്കണം തോൽപ്പിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നിടത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവരെ കിട്ടി കൊടുക്കേണ്ട പണി എന്താണെന്നറിയോ? ഞാൻ ഏതെങ്കിലും കൃത്യമായ രാഷ്ട്രീയം എടുത്ത് നിലപാടെടുത്ത് അവർക്ക് മനസ്സിലാവും. ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ കേരളത്തിൽ ഒരു നേതൃത്വം ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഇപ്പം SNDPക്ക് വെള്ളാപ്പള്ളി നടേശനുണ്ട്. എന്തെല്ലാം കുഴപ്പങ്ങൾ വെള്ളാപ്പള്ളി നടേശനുണ്ടെങ്കിലും നാട്ടിൽ നിവർത്തി പാർട്ടി പ്രസ്ഥാനത്തിന് വേണ്ടി പറയുന്നുണ്ട്. അങ്ങേർക്ക് അത് കച്ചവട താല്പര്യമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ പ്രസ്ഥാനത്തിന് വേണ്ടി പറയുന്നുണ്ട്. NS സുകുമാരൻ നായരെ കണ്ട വിറയ്ക്കാത്ത മുട്ട് വിറയ്ക്കാത്ത ആരുമില്ല. KPMSലുണ്ട്. ഏത് സംഘടനയ്ക്കാണ്? എല്ലാ മുസ്ലിം സംഘടനകൾക്ക് സമസ്ത, ജിഫ്ര മുത്തുക്കോയ തങ്ങളുണ്ട്, കാന്തപുരമുണ്ട്, ഉണ്ട്, ലീഗുണ്ട്, മുസ്ലിം ലീഗുണ്ട്, എത്രയോ സംഘടനകളുണ്ട്. കേരള കൗമുദിയെ പോലെ സ്ട്രോങ് ആയിട്ടൊരു പത്രമുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഒരു സാധനമില്ല. ദീപിക ദിനപത്രം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഇപ്പോഴാണ് ദീപികയ്ക്ക് അടുത്ത കാലത്താണ് ഈ പറയുന്ന ക്രിസ്ത്യൻ കോസിന് വേണ്ടി ഒരു എഡിറ്റോറിയൽ എഴുതാനും ഒരു ലൈൻ ഒരുപാട് പുറകോട്ട് പോയിരുന്നല്ലോ, ഒരുപാട് പുറകോട്ട് വരുന്നു. അപ്പം വേറെ എന്താ ഉള്ളത്? ഏതെങ്കിലും ഒരു ലീഡറെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാ പാർട്ടിയും, മുസ്ലിം ലീഗിലൊക്കെ കുഞ്ഞാലിക്കുട്ടി അടക്കം, ഈവൻ അൻവർ പോലും, ഇടതുപക്ഷത്തെ അൻവർ പോലും ഒരു ഇസ്ലാമിക കോസ് ഉയർത്തിപ്പിടിക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാരെന്ന് ആലോചിച്ച് നോക്കി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കേരള കോൺഗ്രസ് ഉണ്ട്, പക്ഷേ അത് പിണറായിയുടെ അടിമപ്പണി ചെയ്യുവാണ്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പുറം ജോസഫ് ഭാഗം ഒന്നും മിണ്ടുന്നു. ജോസഫ് ഭാഗത്തിന് പ്രത്യേകിച്ച് ആരുമില്ല. അപ്പോൾ ജോസഫിന് പ്രായമായി അയക്കുന്നപ്പോൾ പിന്നെ ആരടുത്ത നേതാവെന്നുള്ളതിനെ കുറിച്ച് ചർച്ചയാണ്. കോൺഗ്രസിൽ ആരാണ് ഒരു ക്രിസ്ത്യൻ ലീഡർ ഉള്ളത്? പക്ഷെ മാനസാറിന്റെ പോലെ സ്റ്റേച്ചർ ഒരാളില്ല. കെ എം ജോർജിനെ പോലെ, PT ചാക്കോയെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ. ഉമ്മൻചാണ്ടിയൊക്കെ പോയതിനു ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലീഡറേ ഇല്ല, ഒരാളുമില്ലാത്ത അവസ്ഥയാണ്. സത്യമാണ്. പാർട്ടി ലീഡറില്ല, അവർക്ക് സ്ട്രോങ് ആയിട്ടൊരു മീഡിയ സപ്പോർട്ടില്ല. ഇനി സമുദായ നേതാവ് എവിടെ? ഇപ്പം ഞാൻ പറഞ്ഞേ, സമസ്ത ഒരു നിലപാടെടുത്താൽ അപ്പം വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിട്ട് സർക്കാർ പിൻവലിക്കും. ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെ ഒന്നാമത് ഇവർ തമ്മിൽ ചേരത്തില്ല. ആളുകൾക്ക് അറിയത്തില്ല. കത്തോലിക്കൽ തന്നെ 3, ഓർത്തഡോക്സ് യാക്കാവ് തമ്മിലടി. ഈ കത്തോലിക്കലായ അകത്തെ സിറോ മലബാർ സഭയിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞ മുനമ്പം വിഷയത്തിൽ, ഈ മുനമ്പം കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ ഞാനിപ്പോഴും അറിയുന്നത്, ഞാനോടത്ത് മുനമ്പം എറണാകുളം വരാപ്പുഴയൊക്കെ ആയിരിക്കുന്നു. കോട്ടപ്പുറം രൂപതയുടെ കീഴില്ല. ഈ കോട്ടപ്പുറം രൂപതയുടെ നിലപാടല്ല വരാപ്പുഴ അതിരൂപതയുടെ നിലപാട്. വരാപ്പുഴ അതിരൂപതയും ഈ തിരുവനന്തപുരം രൂപതയും ഒക്കെ ഈ വിഷയത്തിൽ പിണറായിയോട് സ്നേഹമുള്ളവരാണ്. പക്ഷെ കോട്ടപ്പുറം രൂപതയുടെ മെത്രാനും ആ മുനമ്പത്തെ ആളുകളുമാണ് കട്ടയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ മുനമ്പം വിഷയത്തിലുള്ള ഈ ഭിന്നത എവിടെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്ഥലത്തു നിന്ന് ഇറക്കി വിടായിരുന്ന പോരാ, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ കേൾക്കാം. അവർ പറഞ്ഞ അങ്ങനല്ലല്ലോ, ഇതിന്റെ അവകാശം നിയമം തന്നെ മാറണം. അല്ല, നിങ്ങൾ കരവടക്കാൻ പറ്റാതെ നിങ്ങളോട് താമസിച്ചുകൊണ്ട് കാര്യമില്ല. അതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവർ ഈ ക്രിസംഗി എന്ന് വിളിക്കാറുണ്ടല്ലോ, ഞാൻ ശരിക്കും അങ്ങ് ക്രിസംഗിയാവുക എന്ന് കരുതുക. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ലീഡറില്ല. അതുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വിഷയങ്ങൾ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവരൊക്കെ ഒരു മതത്തിൻ്റെ ഔദ്യോഗിക പിന്തുണ കിട്ടിയ ഇവരെല്ലാം ഈ പറയുന്നവരെല്ലാം ഷാജഹാൻ സ്കറിയയുടെ പിന്തുണയ്ക്ക് വരും, വിമർശിക്കത്തുമില്ല, ഉടൻ തന്നെ ഇളകുമല്ലോ. ഈ തേനീച്ചക്കൂട്ടിനെ പിടിച്ച് കൂട്ടത്തിൽ വെച്ചിട്ടാണല്ലോ ഇവർ റാണി കളിച്ച് നടക്കുന്നത്. അപ്പം നമ്മൾ പൂർണ്ണ സ്വതന്ത്ര നിലപാടെടുക്കുകയും നിഷ്പക്ഷ നിലപാടെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ മറുനാടിനെ ഞാനെന്തായാലും ഇത്തവണ അടുത്ത തവണ തീരുമാനം എടുക്കുന്നുണ്ട്. പിന്തുണയ്ക്കുന്നതിന് മുമ്പ് ചോദിക്കും, പിന്തുണ വേണോ? എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ രക്ഷപ്പെടണമെൻ്റെ ആഗ്രഹം, പക്ഷെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, ആ പിന്തുണ നിങ്ങൾക്ക് ദോഷം ചെയ്യുമെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വെച്ചേക്കാം. അതേ പറ്റത്തുള്ളൂ. എന്തായാലും കെ സുരേന്ദ്രൻ, നമ്മൾ BJPയിലെ ആഭ്യന്തര പ്രശ്നം മറ്റൊരു വീഡിയോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാണ്. കെ സുരേന്ദ്രനെ പോലെ ഒരാൾ, അയാളുടെ വളരെ ഇടുങ്ങിയ വിഭാഗീയ ചിന്താഗതിയിൽ അയാളുടെ പോക്കറ്റിൽ BJPയെ നിർത്താൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് BJP നേരിടുന്ന പ്രതിസന്ധി. അയാൾ എന്നെ പച്ചയ്ക്ക് തെറി വിളിക്കുമ്പോൾ അത് ചർച്ചയാക്കാൻ, അത് ഞാൻ ആഗ്രഹിക്കുന്ന ചർച്ചയാവണമെന്നാണ്, പക്ഷെ ചർച്ചയാക്കാൻ മാധ്യമങ്ങൾക്ക് മടിയാണ്. കാരണം അവർ എന്നെക്കുറിച്ച് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന വ്യാജ കഥകൾ പൊളിഞ്ഞു പോകും. ആ പരാമർശം അതിലില്ലല്ലോ, ഇത്തരം ഭാഷ ഒരു വാർത്തയിലുമില്ല. നേരത്തെ പിണറായി വിജയനാണ് നടത്തിയ, ഒരു പക്ഷേ കുറേ മാധ്യമങ്ങൾ വാർത്തയായ നിങ്ങളിത് പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ പറയുന്ന രമ്യ ഹരിദാസിൻ്റെ തള്ളിപ്പറച്ചിലും ഈ മീഡിയ വണ്ണിൻ്റെ കരച്ചിലും മീഡിയ വണ്ണിൻ്റെ വിദ്വേഷപ്രചനവും സുരേന്ദ്രൻ്റെ എന്താ പറയുന്നത് തെറിപറച്ചിലും ഒക്കെ വെച്ച് നോക്കി അതിനേക്കാൾ എന്ത് ഭേദമാണ് പിണറായി വിജയൻ. കഴിഞ്ഞ 9 കൊല്ലം ആ മനുഷ്യനെയും അയാളുടെ പാർട്ടിയെയും സർക്കാരിനൊക്കെ നിരന്തരം തെറി വിളിച്ചിട്ടും അയാൾ അദ്ദേഹം എന്ന വാക്കുപയോഗിച്ച് എന്നെ വിശേഷിപ്പിച്ചു. പത്രസമ്മേളനത്തിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറയുന്നു, പേരെടുത്ത് പറയുന്നു, അദ്ദേഹം എന്ന് പറഞ്ഞു.
എന്തൊരു അന്തസ്സുള്ള സമീപനമാണ്. നിയമസഭയിൽ അങ്ങനെയല്ല അദ്ദേഹം സംസാരിക്കുള്ളൂ. നിയമസഭയിൽ അദ്ദേഹം ഒരിക്കലും മോശമായി പറയില്ലല്ലോ. അതുപോലെ ഇവിടെയാണ് ഈ സുരേന്ദ്രൻ അയാളെ എത്ര പ്രായം എനിക്ക് വ്യത്യാസം, ജീവിതത്തിൽ പഞ്ചായത്ത് പോലും ആയിട്ടില്ലാത്ത ഒരാൾ. അത് ശരിയാണല്ലോ. പിണറായി വിജയൻ 1970 മുതൽ MLA ആണ്, ഇത്രയും തവണ MLA ആയിരുന്നു, ഇവിടുത്തെ മന്ത്രിയായിരുന്നു. അയാൾ ആ മനുഷ്യൻ ഈ പറയുന്ന അയാൾ അവൻ ശ്രീജിത് പണിക്കരെ കള്ളപ്പണിക്കെന്ന് വിളിച്ചില്ലേ? അതെ അതെ. അല്ല, ഇത് പറയുമ്പോഴേ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വരുന്നു. നിങ്ങൾക്കെല്ലാം ഓർമ്മയാണെന്നായിരിക്കും. പണ്ട് M. കൃഷ്ണൻ നായർ സാർ സാഹിത്യ വാരഫലത്തിൽ ഈ യേശുദാസിനെ ഒരിക്കൽ വിമർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തോ ആത്മാതാ ഗൃഹലക്ഷ്മിയിലൊന്നും അങ്ങനെ അത് ബന്ധപ്പെട്ട് അദ്ദേഹം വിമർശിച്ചു. കൃഷ്ണൻ നായർ സാറല്ല, അദ്ദേഹം സാഹിത്യത്തിനെ വിമർശിച്ചു. യേശുദാസ് അദ്ദേഹം അറിയാം, അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചു. അദ്ദേഹം കൃഷ്ണൻ നായർ സാറിനെതിരെ എന്തോ അദ്ദേഹം വളരെ ദേഷ്യത്തിൽ പറഞ്ഞു. കൃഷ്ണൻ നായർ സാർ അതിന് മറുപടി പറയാം, അടുത്ത ആഴ്ച എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ സംസ്കാരം എന്ന് പറയുന്നത് ശബരിമല എല്ലാ വർഷവും പോയതുകൊണ്ടോ ഗുരുവായൂരമ്പലത്തിൽ കയറാൻ വാശി പിടിച്ചുകൊണ്ടോ ഒന്നും ഉണ്ടാവില്ല, വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടണമെന്നോ. അല്ല, അതാ പറഞ്ഞേ. അല്ല അതേ ഉള്ളൂ, വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടണം. അതാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ ഇത്രയും ശക്തമായ ഭാഷയിൽ ആരോടും ഇറങ്ങിപ്പോന്ന് പറയുന്ന ആൾ എന്നെക്കുറിച്ച് സംസാരിച്ചപ്പം അദ്ദേഹം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സംഘിയാണ്, BJPക്ക് കളവൊരുക്കാന്ന് പറഞ്ഞ് യുവമാരെല്ലാം കണ്ടെന്നെ തെറി വിളിച്ചൊരുക്കും. ഇയാൾ അവൻ എന്തായാലും പഠിച്ചതേ പാടൂ. അതൊരു സത്യമാണ്. ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും നിങ്ങൾ പറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആയിട്ട് വന്നിട്ട് വിമർശിക്കാൻ വരാം. വരാം. നന്ദി, നമസ്കാരം.